ബോണ്ട് ഇടപാട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് കോൺഗ്രസ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണം. ഇലക്ട്രൽ ബോണ്ടിലൂടെ ബിജെപി നടത്തിയത് വൻ അഴിമതിയെന്നും കമ്പനികളെ ഭീഷണിപ്പെടുത്തി ബിജെപി പണം വാങ്ങിയെന്നും ജയറാം രമേശ് ആരോപിച്ചു. അന്വേഷണത്തോട് കോൺഗ്രസ് പൂർണ്ണമായും സഹകരിക്കുമെന്നും ജയറാം രമേശ് പറഞ്ഞു. चंदा दो धंधा लो यानी कि प्रीपेड घूस, ठेका लो रिश्वत दो यानी कि पोस्टपेड घूस, तीसरा हफ्ता वसूली यानी कि धमकी देकर घूस लो यानी कि पोस्ट रेड ब्राइब, रेड होता है उसके बाद घूस दिया जाता है तब रेड बंद होता है, और चौथा फर्जी कंपनी। इन चारों रास्तों के जो अपनाया गया है तो बिल्कुल साफ है कि मोदी सरकार नहीं चाहती थी कि ये जानकारी अभी निकले, पूरी तरीके से ये जानकारी निकले जो सुप्रीम कोर्ट ने आदेश किया था. PR അരവിന്ദ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. അരവിന്ദ്, കൂടുതൽ വിവരങ്ങൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതോടുകൂടിയാണോ കോൺഗ്രസിന്റെ നീക്കം? എന്തെല്ലാം ആവശ്യങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്? ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ ജയറാം രമേശ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇതിനുവേണ്ടി രൂപീകരിക്കണം. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുവാൻ കോൺഗ്രസ് തയ്യാറാണ്. തങ്ങൾക്ക് ലഭിച്ച സംഭാവന വിവരങ്ങൾ കോൺഗ്രസ് കൈമാറുവാനും തയ്യാറാണ്. പക്ഷേ പ്രധാനമായും ജയറാം രമേശ് ചൂണ്ടിക്കാണിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിലൂടെ BJP നടത്തിയത് വലിയ അഴിമതിയാണ്. കമ്പനികളെ ഭീഷണിപ്പെടുത്തിയാണ് BJP ഇത്തരത്തിൽ പണം സ്വന്തമാക്കിയതെന്ന് ജയറാം രമേശ് വ്യക്തമാക്കുന്നു. നമുക്ക് ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങൾ അടക്കം പരിശോധിച്ചാൽ മനസ്സിലാകും. 2019 ഏപ്രിൽ 12 മുതൽ 2024 വരെ BJPക്ക് ലഭിച്ചത് 6060 കോടി രൂപയിൽ അധികം തുകയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ചത്. 2017 210 കോടിയും 2018 1450 കോടിയും BJPക്ക് ലഭിച്ചിരുന്നു. ഇതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിന് ഒരുപക്ഷെ 1600 കോടി രൂപ മാത്രമാണ് ലഭിച്ചിരുന്നത്. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങൾ BJPക്കെതിരെ ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുകയാണ്. ഇതുകൂടാതെ തന്നെ 4 വഴികളിലൂടെ BJP ഇലക്ട്രൽ ബോണ്ടുകൾ സ്വന്തമാക്കിയതെന്നും ജയറാം രമേശ് ചൂണ്ടിക്കാണിക്കുന്നു. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് ആദ്യം BJP കോഴ വാങ്ങുകയും പിന്നീട് ഈ കമ്പനികൾക്ക് കരാറുകൾ നൽകുന്നതായിരുന്നു. രണ്ടാമത്തേതെന്ന് പറയുന്നത് ആദ്യം കരാറുകൾ നൽകിയതിനു ശേഷം അതിന് പ്രത്യുപകരമായി ആ ബോണ്ടുകൾ വാങ്ങിക്കും. തുടർച്ച് മൂന്നാമത്തേതെന്ന് ജയറാം രമേശ് വിശേഷിപ്പിക്കുന്നത് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും പിന്നീട് അവയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ബോണ്ടുകൾ വാങ്ങുകയും തുടർന്ന് ഇതുകൂടാതെ തന്നെ ഷെൽ കമ്പനികളെ ഉപയോഗിച്ചുകൊണ്ട് ബോണ്ടുകൾ സ്വന്തമാക്കുക തുടങ്ങിയ 4 വഴികളിലൂടെയാണ് BJP ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടുകൾ സ്വന്തമാക്കിയത്. എന്തായാലും ഇതിലൊരു സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നുമാണ് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രേഷ്മ.